രാത്രി വണ്ടി എടുത്ത് പുറത്ത് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനല്ല, ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പുറകിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് വെച്ചാൽ നല്ല അടിപൊളി സുഖമാണ് കേട്ടോ. ഞാൻ വണ്ടി ഓടിച്ച് തുടങ്ങിയതിന് ശേഷം ആ ഒരു പരിപാടി കുറവാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ഏട്ടനെ കിട്ടുള്ളൂ. ഉത്സവ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടെ ഉത്സവം കാണാനല്ല, ഉദ്ദേശം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, ഭക്ഷണം കഴിക്കുക, അതൊക്കെ തന്നെ കേട്ടോ. ഈപ്പിരിക്കാട് എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ പോയി നിന്ന് തിറ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പോയി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പരുതലിൻ്റെ ഇടയ്ക്ക് ആദിക്കുട്ടിൻ്റെ സ്കൂളിലെ ഒരു കുട്ടിയുടെ അമ്മേനെ കണ്ടു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൂറ് പോയപ്പോൾ പരിചയപ്പെട്ടതാണ്. ആദിക്കുട്ടിൻ്റെ ക്ലാസ്സിലല്ല, വേറെ ഡിവിഷനാണ്. അപ്പം അവളെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ കാണുന്നത് മക്കൾ കാണിച്ചു തന്നിട്ടാണ് കേട്ടോ. ഏത് ഉത്സവപ്പറമ്പ് പോയാലും മിസ്സാക്കാത്ത സാധനം ഐസരസി, കോഴിക്കോടിൻ്റെ സ്വന്തം ഐസരസി എന്ന് പറയുന്നില്ലേ, അപ്പം അത് കഴിക്കട്ടെ. ഞാൻ വാങ്ങിച്ചത് മിക്സാണ്, മധുരവും എരിവും കൂടെ ഉള്ളത്. ആദ്യക്കുട്ടൻ മധുരം മാത്രം വാങ്ങിച്ചു. പിന്നെ ഞങ്ങളുടെ കൂടെ ചിക്കു ഉണ്ട് കേട്ടോ, ഏട്ടൻ്റെ മേമയുടെ മോനാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടാണ് പോയത്. മാത്രം ഐസരസി കഴിച്ചില്ല, ഏട്ടന് വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ വാങ്ങിച്ച് കുടിച്ചതാണ്. ആൽവിയും ഞാനും ആദിക്കുട്ടനും ചിക്കും എല്ലാവരും ഐസരസി കഴിച്ചു കേട്ടോ. ഇവിടെ പോയാലും ആദിക്കുട്ടൻ JCB ആണ് വാങ്ങിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ ആദിക്കുട്ടനെ നിർബന്ധിച്ച് ആ സാധനം വാങ്ങിപ്പിച്ചു. പിന്നെ ഈ സ്പൈഡറിനെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ആദ്യം എടുത്തത് തേളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു തേളിനെയും വാങ്ങിച്ചു, ഞെക്കുമ്പോൾ പറക്കുന്ന കിളീനെയും വാങ്ങിച്ചു കേട്ടോ. വീട്ടിൽ പോയിട്ട് അതിൻ്റെ പരിപ്പെടുത്ത് നോക്കാം. പിന്നെ നിദ്രക്കുട്ടിക്ക് വീട്ടിലേക്ക് ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. മോള് വരാത്തതുകൊണ്ട് ചിക്കുവിൻ്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. വീട്ടിലെത്തിയാലായി. വണ്ടിമേൽ കെട്ടിയിട്ടാണ് കൊണ്ടുപോവുക. അതിൻ്റെ പിടി വിട്ടാൽ അറിയാലോ, പിന്നെ പൊട്ടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ. ഞാൻ ആ ബലൂൺ വാങ്ങിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഉപ്പിലിട്ടത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യക്കുട്ടൻ പിന്നെ എവിടെ പോയാലും പൈനാപ്പിളാണ്, അത് വിട്ടൊരു കളിയില്ല. ആദ്യം വേറെ എന്തോ ആണ്, മാങ്ങയാണോ അതോ വേറെ എന്തോ ആണോ എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സാധനം ട്രൈ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും 10 മണി ആയിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക്, വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.